ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ചെക്കിംഗ് ഇഫ് യു ആർ എലിജിബിൾ ഓർ നോട്ട് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ജോബ് അതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അടക്കം എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. നിങ്ങൾ ആ ഒരു ജോബിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിന് അപ്ലൈ ചെയ്താൽ മതി. എല്ലാം കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. 2 പോയിൻറ്റ്സ് ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. യുവർ ജോബ്സ് മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ പോസിറ്റീവ് സ്കിൽ വർക്ക്സ് ഇറ്റ്സ് ഇൻ ദ വെബ്സൈറ്റ്. നമ്മൾ ഇപ്പോൾ ഒരു ജോബ് അതിൽ നോക്കിയിട്ട് ആ ഒരു ജോബ് നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് ലിസ്റ്റിൽ വരുന്ന ഒരു ജോബാണോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കാരണം അതിന് എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വിസ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡാനിഷ് സ്റ്റാൻഡേർഡ്സ്, അതായത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന സാലറി, അതുപോലെ തന്നെ ഹോളിഡേ എൻറ്റൈറ്റിൽമെൻറ്റ്സ്, ടേംസ് ഓഫ് നോട്ടീസ് എല്ലാം അവരുടെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു കമ്പനീസ് പറയുന്ന രീതിയിൽ ആയിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഓർ അബോവ്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ കവർ ചെയ്യണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. മേക്ക് ഷുവർ യു ഹാവ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ദാറ്റ് ഫോളോഡ് ദ ഷെങ്കൻ ഫോട്ടോ ഗൈഡ് ലൈൻസ്. ഈ ഒരു ഷെങ്കൻ കൺട്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ ഒരു ഗൈഡ് ലൈൻസിൽ, അവരുടെ ഒരു ഗൈഡ് ലൈൻസിൽ പെടുന്ന ആയിരിക്കണം. മീൻസ് ഒന്നുമില്ല, അവരുടെ ആ ഗൈഡ് ലൈൻസിന് ആപ്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി നാലാമത്തെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ പറയണത് വിസ ഫീ പേയ്മെൻ്റ് ആട്ടോ. നിങ്ങൾ ആ ഒരു വിസ പേ ചെയ്ത ശേഷം അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ്, അതിൻ്റെ എന്തെങ്കിലും ഒരു ട്രാൻസ്ക്രിപ്റ്റ് കയ്യിൽ കരുതേണ്ടതാണ്. അഞ്ചാമത്തെ ഒന്ന് പറയുന്നത് കംപ്ലീറ്റ് പവർ ഓഫ് അറ്റോർണി ഫോം. ഈ ഒരു ഫോം നിങ്ങളുടെ എംപ്ലോയർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം മതി. ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ആവശ്യമുണ്ടോ ഇല്ലേന്നൊക്കെ. അതൊക്കെ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ആറാമത്തെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഓർ ജോബ് ഓഫർ. നിങ്ങൾക്ക് ആദ്യം ഒരു ജോബ് ഓഫർ അവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ്. മസ്റ്റ് നോട്ട് ബി ഓൾഡർ ദാൻ 30 days. അതിനുള്ളിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഏഴാമത്തെ ഒരു സ്റ്റെപ്സ് ബയോമെട്രിക്സ്, നിങ്ങളുടെ ഫോട്ടോ ആൻഡ് ഫിംഗർ പ്രിൻറ്റ്സ്. ഇതൊക്കെ ഡാനിഷ് എംപ്ലോയ്മെൻറ്റ് മിഷനിക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഇനി എട്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവ് ആൻഡ് ആൻസർ. നമ്മൾ ആ ഒരു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ആ ഒരു വിസ അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ ഒരു 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. ഇമെയിൽ വരും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇതിനെ അപ്ലൈ ചെയ്യണതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. നിങ്ങളെ ബ്രൗസർ ഏതാ വെച്ചാൽ അതൊന്ന് കയറുക, അതിലൊന്ന് കയറുക. സെർച്ച് എന്നുള്ളടത്ത് ദ പോസിറ്റീവ് ലിസ്റ്റ് ഫോർ സ്കിൽഡ് വർക്ക് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് വന്ന ശേഷം നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ലിങ്ക് തന്നെ കാണാൻ പറ്റും, mydenmark.dk എന്നുള്ള സൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് കയറുക. ദ പോസിറ്റീവ് ലിസ്റ്റ് ഫോർ സ്കിൽഡ് വർക്ക്. ഇതിപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നോർമൽ പ്രോസസ്സിംഗ് ടൈം 1 month, പ്രോസസ്സിംഗ് ഫീ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് വാട്ട് ഈസ് ദ പോസിറ്റീവ് ലിസ്റ്റ് ഫോർ സ്കിൽഡ് വർക്ക്. ഈ വർക്ക് ഇതെന്താണെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ദ പോസിറ്റീവ് ലിസ്റ്റ് ഫോർ സ്കിൽഡ് വർക്ക് ഈസ് എ ലിസ്റ്റ് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽസ് എക്സ്പീരിയൻസിങ് എ ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഇൻ ഡെൻമാർക്ക്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വരാം. ഓക്കെ, ഇതിൻ്റെ ഫീ എത്രയെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 4670 ഡാനിഷ് ക്രോൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഏതൊക്കെ വർക്ക്സ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ദ പോസിറ്റീവ് ലിസ്റ്റ് ഫോർ സ്കിൽഡ് വർക്ക്സ് ഏതൊക്കെയെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഏതൊക്കെയാണ് നോക്കി നോക്കാം. ലബോറട്ടറി ടെക്നീഷ്യൻ, പ്ലംബർ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഡിസൈനർ, അങ്ങനെയൊക്കെയാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓഫീസ് അസിസ്റ്റൻറ്റ് വർക്ക്സ് ഉണ്ട് കേട്ടോ ജനറലിൽ. പിന്നെ അതുപോലെ തന്നെ സെയിൽസിൽ ഇല്ല. അങ്ങനെയല്ല, അതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട വർക്ക്സ് കയ്യിലുണ്ടാവും. പേഴ്സണൽ കെയറിൽ നോക്കി നോക്കുക. കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസികളൊക്കെ ഒരുപാടുണ്ട് ഹോസ്പിറ്റൽസിലാണെങ്കിലും എല്ലാം ആയിട്ട്. കാർപ്പൻ്റർ, പ്ലംബർ, ബിൽഡിംഗ് പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സിൽ നോക്കി നോക്കുക. ഇലക്ട്രീഷ്യൻ വർക്ക്സ് ഉണ്ട്, ടെക്നിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതൊക്കെ ജസ്റ്റ് ഒന്നും എല്ലാം ഓപ്പൺ ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. കറക്റ്റായിട്ട് വായിച്ച് നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. റിക്വയർമെൻറ്റ് ഫോർ യുവർ സാലറി എല്ലാം കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ക്യാൻ മൈ ഫാമിലി ബി ഗ്രാൻഡഡ് റെസിഡൻസ് പെർമിറ്റ്. ഫാമിലിക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആണ് എന്നാട്ടോ ഇതിൽ പറയുന്നത്. അതായത് 18 വയസ്സിന് മുകളിലുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വൈഫിനെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം.
ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായ ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ജോബ്സ്, ആ ഒരു പോസിറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജോബ്സ് ഏതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പോസിറ്റീവ് ലിസ്റ്റ് ഫോർ പീപ്പിൾ വിത്ത് എ ഹയർ എഡ്യൂക്കേഷൻ, അതിനൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഞാൻ പിന്നെ ഇത് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്. കാരണം നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി ഏതൊക്കെയാണ് വേക്കൻസികൾ നോക്കി നോക്കുക. ഇപ്പോൾ ഒരു മാനേജറിയൽ സെക്ഷനിൽ ഏതൊക്കെയാണ് നോക്കി നോക്കുക. വെയർ ഹൗസ് മാനേജർ, അതിൽ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താണ്. 30 ജൂൺ പറഞ്ഞിട്ടുണ്ട്. 2024 വരെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, 25 വരെ. നാച്ചുറൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് കാണാം, അതിലും ഒരുപാട് വേക്കൻസി ഉണ്ട്. കെമിസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി പറയുന്നുണ്ട്. ജൂൺ 30 വരെ, അതായത് 2025 വരെ നമുക്ക് അതിൽ വേക്കൻസി പറയുന്നുണ്ട്. ഹെൽത്ത് കെയർ, ചീഫ് ഫിസിഷ്യൻ, മെഡിക്കൽ ഡോക്ടർ വിത്ത് എ സ്പെഷ്യാലിറ്റി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടീച്ചിങ്ങിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ടീച്ചിങ്സിലൊക്കെ ഒരുപാട് വേക്കൻസികളാണ്. പ്രൈമറി സ്കൂളിലാണെങ്കിലും എല്ലാമായിട്ട്. സോഷ്യൽ എഡ്യൂക്കേഷൻ വർക്ക്സ്, IT ടെക്നിക്സ്, IT ആർക്കിടെക്ട്സ്, IT എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫാർമസി ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതിന് ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിസ വഴി ഡെൻമാർക്കിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആവശ്യമുള്ളവർ ഈ വിസ വഴി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ വിസേനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.